ഹലോ, അസ്സലാമു അലൈക്കും. അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും ആവിയിൽ വേവിച്ചതാണ്. നമ്മളിതിൽ ഒട്ടും മധുരം ചേർത്തിട്ടില്ല. ഈ അമൃതം പൊടിയിലുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രുചിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം ഞാൻ അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് അമൃതം പൊടി അളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ലോണം വറുത്തെടുക്കണം. കൈ വിടാണ്ട് വറുത്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അമൃതം പൊടി വേഗം അടുക്കി പിടിക്കും. കളറ് മാറിപ്പോവാണ്ട് നമ്മളൊരു 3 മിനിറ്റോളൊക്കെ അമൃതം പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നല്ല ചെറുതായി ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. നല്ലോണം വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം, നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചൂടുണ്ട്, കൈയോട്ടൊക്കെ തൊടാൻ പറ്റിയ ചൂടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. 1 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തെളിച്ച് നമ്മൾ അമൃതം പൊടി ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ നല്ലോണം വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം വേണ്ടത്. വറുക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം വേഗം കൂടിപ്പോകും കേട്ടോ. ഇത് 1 കപ്പിൻ്റെ അടുത്ത് നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്. 3 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയണത് കേട്ടോ. എന്നിട്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തെളിച്ച് നമുക്കിത് നനച്ച് കൊടുക്കണം. പുട്ടിനൊക്കെ നനക്കും പോലെ തന്നെയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ മാങ്ങ സ്റ്റോർ ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് ഞാൻ സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കണ്ട് എന്നെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കുറേശ്ശെ ആയിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെള്ളം കണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് നനഞ്ഞ് കിട്ടേണ്ടത്. കണ്ടല്ലോ, നല്ല പുട്ടിൻ്റെ പൊടി പോലെ തന്നെ കിട്ടണം ഇതുപോലെ. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും വെള്ളം ബാക്കിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 ക്യാരറ്റ് ഒന്ന് ചീവി എടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചൊന്ന് ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം കട്ടായി പോകരുത്. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുടും വേണം, എന്നാൽ പൊടിച്ചെടുക്കുമ്പോൾ പൊടിയും വേണം. അങ്ങനെ ആവണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല കട്ട ഹാർഡാകും. അപ്പോൾ ഇതാ നമ്മൾ ഇത് മിക്സിയിൽ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്തെടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ചേർത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ അമൃതം പൊടി കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് സാധാ പുട്ടുപൊടി കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അമൃതം പൊടി ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചോളും. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അവിടെ ഡെക്കറേഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ്. അപ്പോൾ അതാ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഓരോന്ന് ഉരുട്ടിയെടുക്കണം. നല്ല അമർത്തി ഉരുട്ടണ്ട, ഒന്നിങ്ങനെ ഉരുണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഉരുണ്ട് കിട്ടുന്ന തരത്തിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കി എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ എടുത്ത ഈ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ. ഇനി നമ്മളിത് മൊത്തത്തിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒറ്റ ആവിക്ക് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. വയറ് നിറയെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു 2 എണ്ണം വരെയൊക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയും. പക്ഷെ നമ്മൾ കൂടുതൽ കഴിക്കും കേട്ടോ.
ഞാനൊരു 4 എണ്ണം വെച്ചിട്ടൊക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. കൂടുതൽ നേരം ഒന്നും ആവി കയറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് നല്ലോണം വറുത്തെടുത്ത പൊടിയാണ്. 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. കണ്ടല്ലോ, ചൂടോടെ കൈയോടെ എടുക്കരുത്, ഞാനൊന്ന് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കൂടി ഞാനൊരു ഡെക്കറേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി അമൃതം പൊടി കിട്ടുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.